ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഇന്നത്തെ വ്ലോഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയൊരു ഗെറ്റ് റെഡി വിത്ത് മീ. പിന്നെ ഞങ്ങളൊരു ചെറിയ ഫംഗ്ഷന് പോകുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് കുഞ്ഞതായിട്ട് ഒരുങ്ങാം. എൻ്റെ ഡ്രസ്സ് ഇത് തന്നെയാണ്, ഇൻഡോ വെസ്റ്റേൺ, അതായത് ഡൗൺ ജീൻസ് ആണ് ഞാൻ ഇട്ടേക്കുന്നത്. മുകളിലൊരു ചെറിയ ഒരു കുർത്തി, നോർമൽ ലുക്ക് കേട്ടോ. ഭയങ്കര കുറേ ആൾക്കാരെ കൂടുന്ന വലിയൊരു ഫംഗ്ഷൻ ഒന്നല്ല, ചെറിയൊരു ഫംഗ്ഷൻ വേണ്ടിയിട്ട് കുട്ടി ഒരുക്കാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. ഫേസ് ഓയിലിയാണ്, നല്ല ഓയിലിയാണ്. സോ ഞാൻ മോയ്സ്ചറൈസർ മിക്കപ്പോഴും ഇടാറില്ല. ഭയങ്കര ഡ്രൈ ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഇടാറുള്ളൂ. മിക്കപ്പോഴും എൻ്റെ ഫേസ് ഓയിലി കാരണം ഞാൻ മോയ്സ്ചറൈസർ ഇട്ടാൽ ഒന്നും കൂടെ ഓയിലി ആയിട്ട് ഫീൽ ചെയ്യും. സോ കുറച്ച് കഴിയുമ്പോൾ തന്നെ ഇങ്ങനെ എന്താ പറയുക, ആ ഓയില് പുറത്തേക്ക് വന്നിട്ട് ഇങ്ങനെ തിളങ്ങി നിൽക്കും. എണ്ണ മുഖത്ത് ഒഴിച്ച പോലെ ഉണ്ടാവും ഒരു ലുക്ക്. അതെനിക്ക് ഇഷ്ടമല്ല. അപ്പൊ അത് കാരണം നമുക്ക് ഫസ്റ്റത്തെ സംഭവമായ അക്വാലോജിക്കന്റെ സൺസ്ക്രീൻ ആണ്. ഇപ്പൊ ഇതാണ് കറണ്ട് എന്റെ ഫേവറേറ്റ്. അക്വാലോജിക്കന്റെ സൺസ്ക്രീൻ യൂസ് ചെയ്യാണ്. അപ്ലൈ ചെയ്യാം. വിചാരിക്കരുത് ഈ സൺസ്ക്രീൻ യൂസ് ചെയ്യുമ്പോൾ എന്താ പറയാ, നമ്മള് കുറച്ച് തീരുവല്ലോ എന്ന് വെച്ചാൽ നല്ല റേറ്റ് ഉണ്ട്. പക്ഷെ എന്നാലും തീരുവല്ലോ എന്ന് വെച്ചിട്ട് നമ്മൾ യൂസ് ചെയ്യരുത്. സൺസ്ക്രീൻ നല്ലോണം മാറി പറ്റുന്നത്. അല്ലെങ്കിൽ ഞാൻ കഴിക്കാത്തതിന്റെ എന്റെ ഫേസിലുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയേക്കുന്നത്. പണ്ട് ഞാൻ യൂസ് ചെയ്യണ്ടായിരുന്നില്ല. എന്താ സൺസ്ക്രീൻ എന്നുള്ളത് എനിക്കറിയില്ല. അപ്പൊ അത് കാരണം സൺസ്ക്രീൻ നല്ലോണം യൂസ് ചെയ്യാം. ആഫ്റ്റർ ദാറ്റ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന സാധനമാണ്. ഫംഗ്ഷന് പോണ കാരണം ഞാൻ കൺസീലറൊക്കെ വെച്ചിട്ടാണ് ഒരുങ്ങാറ്. മുഖത്തുള്ള പാടുകള് ഇളകുന്നുണ്ടോ? ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചൊരു മിററാണ്. അത്ര സുഖമില്ല. ഇതാണെങ്കിൽ കള്ളുടിയന്മാരെ പോലെ കിടന്ന് ആടണം. ഇനിയാണെങ്കിൽ ഞാൻ ഇടിച്ച് പൊളിക്കുന്നത്. അപ്പൊ നെക്സ്റ്റ് നമ്മൾ യൂസ് ചെയ്യണത് എന്താണത്, ഒരു കൺസീലർ ആണ്. പ്രോ കൺസീലർ HD ഹൈലൈറ്റർ. നെക്സ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു പ്രോ കൺസീലർ ആണ്. അപ്പൊ ആ കൺസീലർ വെച്ചിട്ട് നമ്മുടെ ഫേസിൽ എന്താ പറയാ, പാടുകളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കവർ ചെയ്യാം. ഒരുപാട് ബാക്കിയുള്ള ജസ്റ്റ് പാടുള്ളത് മാത്രം അവിടെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കും. ഈ അടുത്ത് എനിക്ക് ഫേസിൽ കുറെ കുരുവൊക്കെ വന്നു. എന്താണെന്നറിയില്ല, കുറെ നാളെ ശേഷം കുറെ കുരുവൊക്കെ വന്നിട്ട് മൊത്തത്തില് സ്കിന്ന് പ്രശ്നമായി. ഇതൊക്കെ ഇവിടെ നിന്നാണ് ഈ ജാതായിട്ട് വരുന്നത്. ഓരോന്ന് കഴിയുമ്പോഴും പിന്നെ എന്റെ ഒരു സ്വഭാവം വെച്ചിട്ട് ഞാൻ കുരു വന്നിട്ടുണ്ടെങ്കിൽ അത് എന്റെ ഫേസിൽ ഇരിക്കാണ്ട് അനുവദിക്കില്ല. ഞാൻ അപ്പോൾ തന്നെ അതിനെക്കുറിച്ച് പൊട്ടിക്കും. അപ്പോൾ അതിന്റെ പാടുകളുണ്ടാവും. പിന്നെ അത് കഴിയുമ്പോൾ അതിന്റെ അടുത്ത് വരും. അപ്പോൾ അത് പൊട്ടിക്കുമ്പോൾ അതിന്റെ പാടുണ്ടാവും. അങ്ങനെ മൊത്തത്തിലൊരു പ്രശ്നമായിരുന്നു സ്കിന്ന്. ഇപ്പൊ പിന്നെ കുരു എന്നത് ഒത്തിരി ആശ്വാസമായിട്ടുണ്ട്. എന്തായാലും കുറച്ച് സമാധാനമുണ്ട്. ഓയിലി സ്കിൻ കാരണം ഇങ്ങനെ സ്കിൻ ഓരോന്ന് ഞാൻ വന്നുകൊണ്ടിരിക്കും. പിന്നെ അടുത്തെന്ന് പറഞ്ഞെങ്കിൽ ഒന്നും കൂടെ ചെയ്യാം. ഞാൻ കൈ വെച്ചിട്ടാണ് എന്റെ ബ്ലെൻഡ് ചെയ്യണത്. എനിക്ക് അതാണ് കൂടുതൽ നന്നായിട്ട് തോന്നുന്നത്. എൻ്റെ ഒരു ബ്രഷൊക്കെ ഉണ്ട്, പക്ഷെ എനിക്കെന്താ അറിയില്ല, കൈ വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്യുമ്പോഴാണ് കൂടുതൽ നന്നായിട്ട് തോന്നാറ്. ഓക്കെ, മാക്കിന്റെ ഒരു ടിൻറ്റാണ്. ഫൗണ്ടേഷനേക്കാളും ഞാൻ കൂടുതൽ യൂസ് ചെയ്യുന്ന ടിൻറ്റാണ് അത്. ഒരുപാടില്ല, കുറച്ചെടുത്തിട്ട് അത് ഞാൻ കൈ വെച്ചിട്ട് തന്നെയാണ് ബ്ലെൻഡ് ചെയ്യണത്. ഒരുപാട് ഇങ്ങനെ എന്താ പറയാ, ബ്രഷ് യൂസ് ചെയ്യാറില്ല. ചില ടൈമിൽ ബ്രഷ് യൂസ് ചെയ്യും. ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന ബ്രഷ്. പാക്കിന്റെ ബ്രഷ് ആകുമ്പോൾ പെട്ടെന്ന് പരിപാടി കഴിയും. കൈ ആകുമ്പോൾ കുറച്ച് ടൈം എടുക്കും. ഫൗണ്ടേഷൻ ഞാൻ ചില ടൈമിൽ ബ്രഷ് ചെയ്യും, ചില ടൈമിൽ ചെയ്യും. ഡിപ്പെൻസ് അപ്പോൺ ദ മൂഡ്. ചെറിയൊരു ഫംഗ്ഷൻ ആകുമ്പോൾ ഓവറായിട്ട് വലിയ കുളമാക്കണ്ടല്ലോ. ഈ ബ്രഷ് ഇപ്പം ഇതിന്റെ എന്താ പറയാ, ഇതിന്റെ ഈ സംഭവങ്ങളൊക്കെ പോകുന്നുണ്ട്. എന്റെ ഫേസിൽ ഫ്ലെക്ടേഴ്സ് ഉണ്ട്. കുറെയൊക്കെ ഞാൻ ഇങ്ങനെ കുറച്ച് കവർ ചെയ്യാൻ നോക്കും. ചിലർക്ക് നാച്ചുറലായിട്ട് അങ്ങനെ ഇടും, നാച്ചുറാലിറ്റിക്ക് വേണ്ടിയിട്ട്. അത്രേ ഉള്ളൂ. പിന്നെ അടുത്ത പരിപാടി എല്ലാം പൊട്ടിയാണ്. അപ്പൊ അടുത്ത പരിപാടി ബ്ലഷ്. ബ്ലഷ് എന്റെ ഫേവറേറ്റ് ആണ്. ചിലപ്പോൾ ഞാൻ ലിപ്സ്റ്റിക് വെച്ചിട്ട് ബ്ലഷ് ചെയ്യാം. ചില ടൈമിൽ എന്താ പറയാ, എവിടെ ബ്ലഷ് ഒക്കെ ബ്ലഷ് ഒന്നും കാണില്ല. ഇത് ഐബ്രോ പാലറ്റ് ആണ്. ഇതിലൊരു സംഭവം ഉണ്ടാവും. ബ്ലഷ് ആയിട്ട് യൂസ് ചെയ്യും. എനിക്ക് ഇതിനെക്കാളും ഇഷ്ടം എന്താ പറയാ, ലിക്വിഡ് ബ്ലഷ് ആണ്. ലിക്വിഡ് അല്ല, ഈ
ബ്ലഷ് ബ്ലഷ് ഉണ്ട് സ്റ്റിക്ക് ആയിട്ട് വരുന്ന ആ ബ്ലഷ് ആണ് എനിക്ക് ഇഷ്ടം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഇറങ്ങിയതാ ഈ സംഭവം ഭയങ്കര ഇതിലെ മോയ്സ്ചറൈസർ ഉണ്ട് ലിപ് ബാം ഇടാറില്ല ലിപ് ബാം ഇട്ടെടുക്കാം ലിപ് ബാം യൂസ് ചെയ്തിട്ടാണ് ലിപ്സ്റ്റിക് യൂസ് ചെയ്യാൻ ഞാൻ പറ്റിപ്പോയി പിന്നെ ഇത് വെറ്റ് ആൻഡ് വൈൽഡിന്റെ ഒരു ഐബ്രോ കിറ്റാണ് വെറ്റ് ആൻഡ് വൈൽഡിന്റെ ഐബ്രോ കിറ്റ് നല്ലതാണ് കേട്ടോ നല്ല നാച്ചുറൽ ആയിട്ട് ഫീൽ ചെയ്യും അപ്പൊ അത് കഴിഞ്ഞ് വളരെ സിമ്പിൾ ആൻഡ് ഹംബിൾ ഇതാണോ ഡി സിമ്പിൾ എന്ന് ചോദിക്കുന്നത് ഇതാണ് എന്റെ സിമ്പിൾ ഇത് BYXന്റെ ഒരു ലോങ് വെയർ ലിപ്സ്റ്റിക് ആണ് ഇത് ഞാൻ കാറിനകത്ത് വെച്ചിട്ട് ഉരുകി പോയി അപ്പൊ ഞാനത് ഇത് ശേഷം ഞാൻ ലാസ്റ്റ് കുറച്ച് തുടച്ചു കളയും തുടക്കണതിന് മുമ്പ് പൗഡറാണ് I like this powder. ഇത് മാക്കിന്റെ ഒരു സ്റ്റുഡിയോ ഫിക്സ് ആണ് അടിപൊളി സാധനം കേട്ടോ മേക്കപ്പ് ഒന്നും ചെയ്തില്ലെങ്കിൽ ജസ്റ്റ് പൗഡർ ഇടുമ്പോൾ തന്നെ ഭയങ്കര ഫിനിഷിംഗ് ആണ് എന്താണ് ഭയങ്കര എനിക്ക് മേക്കപ്പ് ചെയ്യുമ്പോൾ രസമില്ലാത്ത പോലെ ഫീൽ ചെയ്യാം പിന്നെ അടുത്ത പരിപാടി എന്നുണ്ടെങ്കിൽ ഐബ്രോ പെൻസിൽ അല്ല ഐ പെൻസിലാണ് ചെറുതായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്ത് കൊടുക്കും ഫുള്ള് വരക്കൂല എനിക്ക് ഇഷ്ടമല്ല ഫുള്ള് വരക്കുന്നത് ചില ടൈമിൽ ഭയങ്കര റയറായിട്ടാണ് ഞാൻ കണ്ടിട്ട് വരുന്നത് എൻ്റെ ഐലൈനർ കാണില്ല ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു ഐലൈനർ മിസ്സിങ് ഇതാണ് എൻ്റെ ഐലൈനർ I'm very bad at drawing eyeliner. വളരെ റയറായിട്ട് ഐലൈനർ വെച്ചിട്ട് വിങ്സ് ഒക്കെ വരക്കാറാണ് ഞാൻ എന്താ പറയാ അത്രേ ഉള്ളൂ അപ്പം അങ്ങനെ പരിപാടി കമ്മല് എങ്ങനെയുണ്ട് കമ്മല് കൊള്ളാവോ ഇത് ഞാന് എന്താ പറയാ നമ്മളുടെ മൈസൂര് പോയപ്പോ വാങ്ങിച്ചതാണ് കൊടകിന്ന് വാങ്ങിച്ചതാണ് ഞാൻ കൂടുതൽ മൈസൂരിൽ വാങ്ങിച്ചത് അപ്പോൾ ഇതാണ് എന്റെ ഫൈനൽ ലുക്ക് ഞാൻ ഇനി ഫുൾ ആയിട്ട് ഞാൻ ഫോട്ടോസ് സൈഡിൽ കൊടുക്കാട്ടെ ഇത് എന്റെ ഫുൾ ലുക്ക് എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ ഇനി ഫംഗ്ഷൻ ഞാൻ അവിടെ പോയിട്ട് എടുക്കാൻ പറ്റുമെങ്കിൽ എടുത്ത് കാണിച്ചു തരാം അല്ലെങ്കിൽ നാളെ ഒരു മേക്ക് ഓവർ ഉണ്ട് ആ മേക്ക് ഓവർ എടുത്ത് കഴിഞ്ഞിട്ട് ആ ഫംഗ്ഷൻ കാണിച്ചു തരാം എന്തായാലും സോ ഫോട്ടോസ് കാണിച്ചു തരാം അങ്ങനെ ഞങ്ങൾ വീടിൻ്റെ അകത്ത് വന്നപ്പോൾ അവിടെ കർമ്മങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതാണ് അതായത് തലേദിവസത്തെ അവർക്ക് അവരുടെ കുറച്ച് ആചാരങ്ങളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് കുറച്ച് നേരം നിന്ന് നോക്കി എനിക്കിത് കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ആഫ്റ്റർ ദാറ്റ് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാനുള്ള സെക്ഷനിലേക്ക് പോയി അപ്പോൾ പുറത്ത് ഇങ്ങനെ ഈ പന്തലൊക്കെ ഇട്ടത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് കുറച്ച് നേരം നിന്ന് ആസ്വദിച്ചു അത് കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും കൂടെ ഫുഡ് കഴിക്കാനുള്ള അപ്പുറത്തെ വീട്ടിലാണ് ഫുഡ് അറേഞ്ച് ചെയ്തിരുന്നത് അപ്പോൾ ആ സെക്ഷനിലേക്ക് പോയി
ഫുഡ് വെജിറ്റേറിയൻ ഫുഡായിരുന്നു. ചില്ലി ഗോപിയും പിന്നെ ഫ്രൈഡ് റൈസാണ് ഞാൻ എടുത്തത്. അവാസിൻ എന്താ ചപ്പാത്തിയും ചന കറി എടുത്തത്. അങ്ങനെ ഇത് സെക്കൻഡ് ഡേ ആണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും ട്രാവലറിലാണ് പോണത്. ഈ ചുറ്റുവട്ടത്തുള്ള കുറച്ച് ആൾക്കാർ ട്രാവലറിലാണ്, ബാക്കിയുള്ളവർ കാറിൽ വരാമെന്ന് പറഞ്ഞു. ഞങ്ങൾ കാർ എടുത്തില്ല, ട്രാവലറാകുമ്പോൾ എല്ലാവരോടും സംസാരിച്ച് എൻജോയ് ചെയ്ത് പോകാമെന്ന് ഓർത്ത്. സോ ദിസ് ഈസ് ദ ട്രാവലർ. അവരുടെ ഫോട്ടോ ഇതിൽ ഇട്ടിച്ചിട്ടുണ്ട്, കല്യാണ പെണ്ണും ചെക്കൻ്റെയും ഫോട്ടോ. അപ്പോൾ ഞങ്ങൾ ട്രാവലറിൽ കയറി. ഞങ്ങളാണ് ഫസ്റ്റ് കയറിയത്, ഞങ്ങളാണ് ഫസ്റ്റ് വന്നതും. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഓരോരുത്തർ വരാൻ തുടങ്ങിയത്. അങ്ങനെ ഞങ്ങളെല്ലാവരും പിക്ക് ചെയ്തു, നേരെ വണ്ടി വിട്ടു. നൈസായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഓഡിറ്റോറിയം എത്തി. അവിടെ എനിക്ക് തോന്നുന്നത് 3 ഓഡിറ്റോറിയം ടുഗെദർ ആയിട്ടുള്ളൊരു പ്ലേസാണ്. ഗ്രീൻ പാർക്ക് എന്നാണ് ഈ ഓഡിറ്റോറിയത്തിൻ്റെ പേര്. ഞങ്ങൾ അവിടെ എത്തി. നേരെ ഒരു വെള്ളോടെ മുല്ലപ്പൂ ഇങ്ങനെ വരണവർക്കൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. ഞാനും ഹസയും ഉമ്മയൊക്കെ മുല്ലപ്പൂ വാങ്ങിച്ചു. എൻ്റെ കയ്യിൽ സ്ലൈഡ് ഇല്ലാത്ത കാരണം ഞാൻ കുത്തിയില്ല. മോൾക്ക് കുത്തി വെച്ച് കൊടുത്ത് കുറച്ച് നേരം വെക്കാൻ വേണ്ടി നോക്കി. പിന്നെ എനിക്കത് പറ്റുന്നുണ്ടായിരുന്നില്ല. ഞങ്ങൾ ഫുഡ് കഴിക്കാനിരുന്നപ്പോൾ ഞാൻ കുത്തി റെഡിയാക്കി വെച്ച് കൊടുത്തു. അങ്ങനെ മോർണിംഗിലെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് അവിടെ നിന്ന് തന്നെ ആയിരുന്നു. ഇഡ്ഡലിയും സാമ്പാറും പിന്നെ ഒരു സ്വീറ്റ് ഉണ്ടായിരുന്നു. അതായിരുന്നു രാവിലത്തെ ഫുഡ്. അതിൻ്റെ ഞങ്ങൾ നേരെ പെണ്ണിനെ കാണാൻ വേണ്ടി പോയി. പെണ്ണിനെ കാണാൻ വേണ്ടി പോയപ്പോൾ പെണ്ണ് നല്ല സുന്ദരിയായിട്ട് ഒരുങ്ങി റെഡിയായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ കുറേ സെൽഫിയും ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ താലപ്പൊലിയായിട്ട് ചെക്കനെ സ്വീകരിക്കാൻ വേണ്ടി പോകുന്ന ആൾക്കാരെയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. നല്ല ഭംഗിയുണ്ടായിരുന്നു ഇവരുടെ ചടങ്ങുകളും ഇവരുടെ ഓരോ കാര്യങ്ങളും കാണാൻ വേണ്ടിയിട്ട്. ഭയങ്കര ഐശ്വര്യമായിരുന്നു എല്ലാവരെയും കാണാനും. അവരുടെ സ്റ്റേജ് ഡെക്കറേഷനും മൊത്തത്തിൽ ഭയങ്കര അടിപൊളി ഒരു ആംബിയൻസ് ആയിരുന്നു. നല്ലോണം ഞാൻ എൻജോയ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ മാക്സിമം ഫ്രണ്ട് സീറ്റിൽ തന്നെ പോയിരുന്ന് അവരുടെ ആചാരങ്ങളും അവരുടെ കർമ്മങ്ങളും ഒക്കെ കംപ്ലീറ്റ് ഇരുന്ന് കണ്ടു. മോൾ ആദ്യമായിട്ടാണ് ഹിന്ദു വെഡ്ഡിങ്ങിന് കൂടുന്നത്. അപ്പോൾ അത് കാരണം അവൾക്ക് ഓരോ കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ പറഞ്ഞ് എനിക്കറിയണ പോലെ ഞാൻ എല്ലാം പറഞ്ഞു കൊടുക്കണമായിരുന്നു. നല്ലോണം നമ്മളെല്ലാവരും എൻജോയ് ചെയ്തു ഈ ഒരു ഫങ്ഷൻ.
മാക്സിമം ഞാൻ എടുത്തിട്ട് കാണിച്ചിട്ടുണ്ട്. ഒരുപാട് നേരത്തെ കർമ്മങ്ങളും കാര്യങ്ങളും ഉണ്ട്, അതെല്ലാം നിങ്ങളെ കാണിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബോറടിക്കും. സോ അത് കാരണം ഞാൻ ഇതിൽ പറ്റാവുന്ന പോലെ മാക്സിമം ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ചെയ്തത്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. സദ്യ ആണ്, ഓൾറെഡി അറിയാമല്ലോ. അപ്പോൾ എനിക്കാണെങ്കിൽ സദ്യ എൻ്റെ ഫേവറേറ്റാണ്. ബിരിയാണി സദ്യ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ സദ്യ ചൂസ് ചെയ്യുള്ളൂ. സെക്കൻഡ് പ്ലേസാണ് ബിരിയാണിക്ക് വരുന്നത്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് സദ്യ കഴിക്കാൻ വേണ്ടിയിട്ട്. എനിക്കാണെങ്കിൽ സദ്യ ഭയങ്കര ഇഷ്ടമുള്ള കാരണം ഞാനിങ്ങനെ കാത്തിരിക്കണമായിരുന്നു കല്യാണം വരാൻ വേണ്ടിയിട്ട് സദ്യ കഴിക്കണം. പ്രത്യേകിച്ച് കല്യാണത്തിൽ ഉണ്ടാവണ സദ്യ ഒരു വല്ലാത്തൊരു ടേസ്റ്റാണ്. അങ്ങനെ ഞങ്ങൾ നല്ല കിടിലൻ സദ്യയും പായസവും പഴവും പപ്പടവും എല്ലാം കൂട്ടിയിട്ട് നല്ല അടിപൊളിയായിട്ട് കഴിച്ച് ഹാപ്പിയായി പുറത്തേക്ക് ഇറങ്ങിയ ടൈമിലാണ് അവിടെ പെണ്ണും ചെക്കനും എല്ലാവരും കല്യാണമൊക്കെ കഴിഞ്ഞു. എല്ലാവരും കൺഗ്രാറ്റ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഫോട്ടോ എടുക്കണം, അങ്ങനത്തെ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഞങ്ങളതൊക്കെ കഴിഞ്ഞു. പിന്നെ ഇവിടെ ഈ ചേട്ടന്മാർ എന്നിട്ട് എന്തൊക്കെയോ വായിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങളെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ട്രാവലർ കിടക്കണ സ്ഥലത്തേക്ക് ഓടിപ്പോകണം. നല്ല വെയിലുണ്ട്, ചൂടെടുത്തിട്ട് നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ കയറി. എന്തൊരു ആശ്വാസം ഈ തണുപ്പത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ. നല്ല ചൂടുണ്ടായിരുന്നു പുറത്ത്. ഞങ്ങൾ അഭിനയിക്കണേണെന്ന് തീരെ കണ്ടാൽ പറയില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ വീടെത്തി. അപ്പോൾ അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ടാറ്റാ.